ഷിജീസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കട്ട് ചെയ്യാൻ പഠിച്ച ആ അജ്രക്കിൻ്റെ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പഠിച്ച ആ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്ലീവിൽ നമ്മളൊരു ചെറിയ പീസ് പിടിപ്പിക്കുന്നുണ്ടല്ലോ പാൻറ്റിൻ്റെ, ആ പീസ് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ ചീത്തവശം തന്നെ രണ്ട് പീസിൻ്റെയും മുകളിലേക്ക് വരണം. എന്നിട്ട് നമ്മളത് കറക്റ്റ് വെട്ടിയെടുത്തിട്ട് തിരിച്ചെടുക്കുവാണ്. അപ്പോൾ നമുക്ക് അതിനൊരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ മറിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വീതി കുറച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വീതിയിൽ തന്നെയാണ് എടുക്കുന്നത്, അതാണ് ഇച്ചിരി കൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ ആ ടോപ്പ് സ്റ്റിച്ച് അടിച്ചത് കൊണ്ട് കണ്ടോ അടിവശം നല്ല കറക്റ്റായിട്ടിരിക്കുന്നത്. ഇനി നമ്മളത് ഇവിടം കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു സ്ലീവ് ചെയ്തെടുത്തു, കറക്റ്റായിട്ടൊന്ന് വെട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്കിതിൻ്റെ മറ്റേ സ്ലീവും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കൊരു വലിയ പറ്റി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ക്യാമറ പോസായിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പാച്ച് വർക്ക് ചെയ്തെടുത്ത ഈ പീസ് എങ്ങനെയാണ് വെച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കാരണം ഇതുപോലെ നമ്മൾ പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം തന്നെ മുകളിലേക്ക് വരുത്തണം. ഞാനിപ്പോൾ ഇത് ബാക്ക് പീസിലാണ് കാണിക്കുന്നത്. ഫ്രണ്ട് പീസിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നല്ല വശം തന്നെ മുകളിലേക്ക് വരണം. അപ്പോൾ സൈഡൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി വെക്കണം നമ്മൾ ആ വെട്ടിയെടുത്ത ആ പീസിൻ്റെ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് കഴുത്തിൽ അടിച്ചെടുക്കുക. എന്നിട്ട് കഴുത്ത് അങ്ങ് വെട്ടിയതിന് ശേഷം നമ്മളിത് തിരിച്ചെടുക്കുകയാണ്. രണ്ടിൻ്റെയും മുകളിലേക്ക് വേണം നല്ല വശം വരാൻ, രണ്ട് പീസിൻ്റെയും. എന്നിട്ട് അടിച്ചിട്ട് നമ്മൾ തിരിച്ചെടുക്കുമ്പോഴത്തേനും നമുക്കത് കറക്റ്റ് ഫ്രണ്ട് പീസ് ഇപ്പോൾ ഈ പീസിൻ്റെ ഇതുപോലെ തന്നെ നമുക്കത് കിട്ടും. ഇതുപോലെ തന്നെ അത് വരും. മറിച്ചെടുത്തിട്ട് നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിൻ്റെ ആദ്യം നമ്മളിതൊന്ന് മടക്കി അടിക്കണം. അതായത് ഈ പീസിൽ ചെറിയ പീസ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് അതിൻ്റെ സൈഡൊന്ന് നമ്മൾ ആദ്യം ഒന്ന് കാലിഞ്ചിട്ടിട്ടൊന്ന് മടക്കി അടിക്കണം. എന്നിട്ട് വെച്ചിട്ട് തിരിച്ചിട്ട് അടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ പുറത്തോടെ അടിക്കുമ്പോഴത്തേനും നമുക്ക് നല്ല ഭംഗിയിൽ വരും. ഇനി നമ്മൾ ബാക്ക് പീസിൽ കഴുത്തിന് ക്രോസ് പീസ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തുണി അടിച്ച് മറിക്കുന്നില്ല, കാരണം ഇതിന് ലൈനിങ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീതി കുറഞ്ഞ് അര ഇഞ്ച് വീതിയിൽ നമ്മൾ വെക്കൂലേ ക്രോസ് പീസ്, അങ്ങനെ വെച്ചാണ് നമ്മൾ എടുക്കുന്നത് ബാക്ക് കഴുത്തിൽ. അപ്പോൾ നമുക്ക് ഇത് ബാക്ക് കഴുത്തിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ആ ക്രോസ് പീസ് ഒന്ന് മടക്കിയിട്ട് നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇത് ഒന്നിങ്ങനെ അടിച്ചെടുക്കുക. ഞാനിപ്പോൾ സ്പീഡിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യാവുള്ള എങ്കിലേ നമുക്ക് ഭംഗിയായിട്ട് വരത്തുള്ളൂ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലെ തുമ്പൊന്നിങ്ങനെ ഒന്ന് വിട്ടിട്ട് അതിന് ടോപ്പ് സ്റ്റിച്ചും കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണേ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതിൻ്റെ നല്ല വശം, ബാക്ക് പീസിൻ്റെ നല്ല വശം, ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ച് നമുക്ക് ആ പിടിപ്പിച്ച ക്രോസ് പീസ് അധികമായിട്ട് പുറത്തോട്ട് നിൽക്കും. അത് നമുക്ക് മടക്കി ഇതിൻ്റെ ഫ്രണ്ട് പീസിലേക്ക് വയ്ക്കണം. അത് അടിക്കുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. കണ്ടോ? ഇനിയിപ്പോൾ ഇതിനകത്ത് സ്പീഡിലായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടായാലും മനസ്സിലാക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അരികത്തൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ക്രോസ് പീസിൻ്റെ ഏറ്റവും എൻഡ് ഭാഗം, ഈ ഭാഗം അതിലേ കൂടെ നമ്മളൊന്ന് ആദ്യം ഒന്ന് കെട്ടിയിട്ട് തുടങ്ങണം. എന്നിട്ട് പിന്നെ നമുക്കിതിങ്ങനെ പതുക്കെ വേണം അടിക്കാൻ, അല്ലെങ്കിൽ പൊളച്ചിലായി പോകും കേട്ടോ. കഴുത്ത് പൊളഞ്ഞിരിക്കും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വരണമെങ്കിൽ നമ്മൾ എന്തും പതുക്കെ ചെയ്താലേ നമുക്കത് നന്നായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ലാസ്റ്റ്. നൈറ്റി തയ്ക്കാനായിട്ടാണെങ്കിലും ഹോൾസെയിലായിട്ടും നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. റീറ്റെയിലായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ടോപ്പും പാൻറ്റും ഒക്കെ തയ്ക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ
കൈ അറ്റാച്ച് ചെയ്യണം. കൈ എടുക്കുമ്പോഴത്തേനും നമ്മൾ ഫ്രണ്ടും ബാക്കും തിരിഞ്ഞു പോകാതെ തന്നെ വേണം നമ്മൾ ഇതിലേക്ക് വെക്കാനായിട്ട്. അപ്പം നമ്മൾ ഫ്രണ്ടിൽ ഒരു നോച്ചിട്ട് കൊടുത്ത ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അതുപോലെ 2 കൈയും നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളെപ്പോഴും സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാവുള്ളൂ. സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ തിരിച്ച് അതേപോലെ തന്നെ വന്നിട്ട് കൈ ഫിനിഷ് ചെയ്തെടുക്കുക. സൈഡിൽ നിന്ന് ഒരിക്കലും തുടങ്ങരുത്. അപ്പം നമ്മൾ കൈ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് കൈവണ്ണം നോക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് എടുത്തത്. അതിട്ടിട്ട് നമുക്കിത് സ്ലിറ്റിൻ്റെ ഭാഗം വരെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഒരു വെട്ടിട്ട് കൊടുത്തിരുന്നല്ലോ, മാറിപ്പോകാതിരിക്കുക, അവിടെ കൊണ്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 2 ഭാഗവും അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലിറ്റ് അടിക്കുവാണ്. സ്ലിറ്റ് അടിക്കുമ്പം നമ്മൾ മൊത്തത്തിൽ 1 ഇഞ്ചേ നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുള്ളൂ. അതായത് ഹിപ്പിൻ്റെ വണ്ണത്തിൻ്റെ അവിടെ നിന്ന് മൊത്തത്തിൽ 1 ഇഞ്ചേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുന്നു, പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടെ മടക്കുന്നു. അങ്ങനെ മടക്കിയിട്ട് നമുക്കിതുപോലെ അടിച്ചെടുക്കാം. ഞാൻ വേഗം കാണിക്കുന്നുണ്ടെങ്കിലും പതുക്കെ വേണം നമ്മൾ സ്ലിറ്റ് അടിക്കാനും, എങ്കിലേ നമുക്കത് പൊളച്ചിലില്ലാതെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഹിപ്പിനെ കഴിഞ്ഞും 1 ഇഞ്ച് അധികം ഇട്ട് നമ്മൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് അടിയിലെ വിരിവ്, ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണത്തിനെ കഴിഞ്ഞും അടിയിലെ വിരിവ് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടാൽ മതി. എങ്കിൽ നമുക്ക് അത് പൊളയാതെ തന്നെ കിട്ടും. അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. 1 ഇഞ്ച് മാത്രം എക്സ്ട്രാ ഇട്ടാൽ മതി. ഒരു ചേച്ചി നൈറ്റി മേടിക്കാൻ വന്നതാണ്. ആ ചേച്ചിക്ക് നൈറ്റി എടുത്ത് കൊടുത്തു ഞാൻ. ക്ലോസിലെടുത്ത് കാണിക്കുന്നതാണ്, കാരണം സ്ലിറ്റിൻ്റെ ആ ഭാഗം അടിക്കുന്നതാണ്. അവിടെ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വലിച്ചിടുമ്പോഴത്തേനും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. റെഡിമെയ്ഡിൻ്റെയൊക്കെ കണ്ടിട്ടില്ലേ, സ്ലിറ്റിൻ്റെ ആ ഭാഗം പൊട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ഇങ്ങനെ കെട്ടിട്ടടിച്ചാൽ പൊട്ടത്തില്ല. അപ്പോൾ നമുക്കത് നല്ലതായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ സ്ലിറ്റ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, പൊളച്ചിലൊന്നുമില്ല, നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ കിട്ടിയത്. അത് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഈ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം എത്രയാണോ അതിൽ നിന്ന് 1 ഇഞ്ച് മാത്രം എക്സ്ട്രാ ഇട്ടാൽ മതി. അത് തയ്യൽ തുമ്പ് മാത്രം, മനസ്സിലായില്ലേ? അതാണ്. അപ്പം മേളിലത്തെ വണ്ണം തന്നെ നമുക്ക് താഴെ വരുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ഇതിട്ടിട്ട് നിങ്ങൾ ഫസ്റ്റിലെ കണ്ടായിരുന്നല്ലോ. അപ്പം അത്ര അളവിൻ്റെ ആവശ്യം നമുക്കുള്ളൂ, അതിൽ കൂടുതൽ വേണ്ട. ഇനി നമ്മളിതിൻ്റെ അടി മടക്കി അടിക്കുകയാണ്. അടി മടക്കി അടിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ 1/2 ഇഞ്ച് ആദ്യം ഉള്ളിലേക്ക് മടക്കുന്നു, പിന്നീട് 1/2 ഇഞ്ചും കൂടെ മടക്കിയാൽ മതി. ഒത്തിരി വീതി നമുക്ക് അവിടെയും വേണ്ടല്ലോ. അപ്പം നമ്മുടെ കുർത്തി നമ്മളിവിടെ തയ്ച്ചെടുത്തിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, സ്ലിറ്റൊന്നും നല്ല പൊളയാതെ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇനി മുതൽ തയ്ച്ചാൽ മതി, നല്ല ഭംഗിയായിട്ട് തന്നെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ നമുക്കുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മെറ്റീരിയൽ അവൈലബിൾ ആണ് കേട്ടോ.